സർ, കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് തീവ്രവാദ ബന്ധ ആരോപണവുമായി അല്ലെങ്കിൽ ആ രീതിയിൽ സംശയിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. വീണ്ടും ഒരു ഭീകരാക്രമണത്തിന് ഇന്ത്യയിൽ ആരൊക്കെയോ കോപ്പ് കൂട്ടുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പക്ഷേ ഞെട്ടിക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്തവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്, കേരളം തുടങ്ങി സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ളവരാണ് എന്നാണ് സംശയിക്കപ്പെടുന്നത്. ഇതുവരെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത് വെറും ഒരു സംശയം മാത്രമാണ്. എന്റെ ചോദ്യവും അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് ചില ആളുകളെങ്കിലും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? അതുമാത്രമല്ല, ഇന്ത്യയിൽ വീണ്ടും ഒരു ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണോ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന അറസ്റ്റ് നൽകുന്ന സൂചന? ഭീകര ആക്രമണം ഇന്ന് ലോകരാജ്യങ്ങൾ നേരിടുന്ന വലിയ ഒരു വിപത്താണ്, പ്രശ്നമാണ്. ഈ ഭ്രാന്ത് പിടിച്ച വിവരദോഷികൾ ചെയ്തു കൂട്ടുന്ന ഈ വൃത്തികേട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വിചാരിക്കാതിരിക്കുമ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന ഈ സംഭവം ഓരോ വാർത്തകൾ വരുമ്പോഴും നമ്മളെ ഞെട്ടിക്കുകയാണ്. ഇന്നലെ ഡൽഹിയിൽ ഒരു 8 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ 8 പേരിൽ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളത്തിലെ ആൾക്കാർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നത്. അറസ്റ്റ് ചെയ്ത ആരുടെയും പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ ഇതിലൊരു വളരെ കോയിൻസിഡൻസ് ആയി നമുക്ക് കാണേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഒരു 4 ദിവസം മുന്നേ മുഫ്തി ഓഫ് ഇന്ത്യ എന്ന പദവിയിലിരിക്കുന്ന സുന്നി വിഭാഗ മുസ്ലിങ്ങളുടെ പണ്ഡിതനും നേതാവുമായ വിവേകിയായ വിവരമുള്ള AP അബൂബക്കർ മുസ്ലിയാർ എന്ന പണ്ഡിതൻ നമ്മുടെ പ്രധാനമന്ത്രിയെ വളരെ തിരക്ക് പിടിച്ച അപ്പോയിന്റ്മെന്റ് വാങ്ങി. കാരണം അദ്ദേഹം അതിന്റെ തൊട്ട് 2 ദിവസം മുന്നേ കേരളത്തില് അവരുടെ വലിയ മഹാസമ്മേളനങ്ങൾ നടത്തി അതിന്റെ ക്ഷീണത്തിലായിരുന്നു. ആ മഹാസമ്മേളനത്തിൽ ഇവിടുത്തെ വലതന്മാരും ഇടതന്മാരും, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നേതാക്കന്മാര് അദ്ദേഹത്തെ കാണാൻ ഉള്ള ഇടി ആ സ്റ്റേജിൽ നമ്മൾ ലൈവായി കണ്ടതാണ്. ആ പരിപാടി കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് ഡേ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഓടിയെത്തിയിരിക്കുന്നു AP അബൂബക്കർ മുസ്ലിയാർ. അവർ അവിടെ എന്താണ് ചർച്ച ചെയ്തത് എന്നുള്ള വിഷയം ഇതുവരെ പുറത്തു വന്നിട്ടില്ല, ആർക്കും അറിയില്ല. 2 ഫോട്ടോ മാത്രം പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയും AP അബൂബക്കർ മുസ്ലിയാരും കൂടി ഇന്ന് സംസാരിക്കുന്ന ആ ചിത്രം മാത്രം പുറത്തു വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം പുറത്തു വന്ന AP അബൂബക്കർ മുസ്ലിയാരോട് ചില TV ചാനലുകൾ സാധാരണ സംഭവിക്കുന്ന മാതിരി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വളരെയധികം സുരക്ഷിതരാണ് എന്ന് ആ ചാനലുകളോട് വളരെ ഗൗരവത്തിൽ, ആ വാക്കുകൾക്ക് ഗൗരവം ഉണ്ടായിരുന്നു, അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അത് വലിയ ഒരു കോളിളക്കം തന്നെ ഭാരതത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഞെട്ടിയിട്ടുണ്ട്. ഞെട്ടാത്ത നല്ലവരായ വിവരമുള്ള വിവേകികളായ മുസ്ലിം സമുദായക്കാരും ഇവിടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതൊന്നുമല്ല പ്രധാനം. അത് കഴിഞ്ഞ് 2 ദിവസവും 3 ദിവസവും കഴിയുമ്പോൾ അതേ ഡൽഹിയിൽ വെച്ച് 8 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോ
എന്തോ ഒരു മെസ്സേജ് പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ ചെന്ന മാതിരി എൻ്റെ മനസ്സ് പറയുകയാണ്. ഇതൊക്കെ, അതായത് ഇനിയും ഇത് മനസ്സിൽ വെച്ച് നടന്നാൽ ഈ രാജ്യം, ഈ ലോകം വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമെന്ന് ഈ പണ്ഡിതനായ മുസ്ലിയാർക്ക് തോന്നിക്കാണുമോ? അത് തുറന്നു പറയാൻ ഓടിപ്പോയി പ്രധാനമന്ത്രിയുടെ അടുത്ത് എത്തിയതാണോ എന്ന് പോലും നമുക്ക് സംശയിക്കണം. കാരണം അത്രയ്ക്കും നീചന്മാരാണ്, നികൃഷ്ട ജീവികളാണ് ഈ തീവ്രവാദികൾ. നമ്മൾ കണ്ടതാണ് കാശ്മീരിൽ ടൂറിസ്റ്റുകളായി എത്തിയ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി മുണ്ട് പൊക്കി നോക്കി മുസ്ലിം അല്ല എന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊന്നത്, അതും അവരുടെ സ്വന്തം ഭാര്യമാരുടെ മുന്നിൽ വെച്ച്. ഇത്രയും മനുഷ്യത്വരഹിതമായ, വൃത്തികെട്ട, ബുദ്ധിശൂന്യരായ ആ നികൃഷ്ട ജീവികൾ ലോകത്തെവിടെയും കാണില്ല. അതാണ് നമ്മൾ കാശ്മീരിൽ കണ്ടത്, അതാണ് നമ്മൾ പഹൽഗാമിൽ കണ്ടത്, അതാണ് നമ്മൾ പത്താൻകോട്ടിൽ കണ്ടത്. അത് തന്നെയാണ് നമ്മൾ വേൾഡ് ട്രേഡ് സെന്റർ ഇടിച്ചു വീഴ്ത്തുമ്പോൾ കണ്ടത്, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ പല ഭാഗങ്ങളിൽ ഒരു സമയത്ത് പൊട്ടിത്തെറിച്ചപ്പോൾ കണ്ടത്, അല്ലെങ്കിൽ ഇറാഖിൽ കണ്ടത്, ഇറാനിൽ കണ്ടത്, സിറിയയിൽ കണ്ടത്, ആസ്ട്രേലിയയിൽ കണ്ടത്, ഫ്രാൻസിൽ കണ്ടത്. അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എപ്പോഴാണ്, ഏത് സമയത്താണ് ഇവന്മാർ തോക്കെടുത്ത് ബോംബെടുത്ത് സ്വയം ബോംബ് വെച്ച് പ്രത്യക്ഷപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഇവരുടെ ഉദ്ദേശം? ആർക്കും അറിയില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ ഇവിടെ അറസ്റ്റ് നടക്കുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 1:30 അമേരിക്കൻ പ്രസിഡന്റിന്റെ വീട്ടിൽ ഇതാ ഒരു തീവ്രവാദി കയറി കൂടിയിരിക്കുന്നു, അവിടെ വെടിവെപ്പ് നടത്തിയിരിക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് സുരക്ഷാ സൈനികർ ആ തീവ്രവാദിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. അപ്പൊ എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ സുരക്ഷാ വീഴ്ചകൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവസാനം വന്നപ്പോഴും അതിന് മുന്നേ വന്നപ്പോഴും ഇവിടത്തെ വിവരമില്ലാത്ത വിവരദോഷികളായ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ ദല്ലാളുമാരായി നടക്കുന്നവർ ഈ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വലയം ഭേദിച്ച് ഇടിച്ചു കയറി അദ്ദേഹത്തിന്റെ അടുത്തെത്തുന്ന പല സീനുകളും നമ്മൾ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം ഈ സംഭവം ഉണ്ടായപ്പോൾ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായി. ഈ പ്രാവശ്യവും അതുപോലെ തന്നെയാണ്. പ്രധാനമന്ത്രി വന്നപ്പോ അതേ സുരക്ഷാ വീഴ്ച ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി സംസാരിക്കുന്ന സ്റ്റേജിൽ ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. നമ്മൾ കണ്ടതാണ്, കൂട്ടത്തോടെ വന്ന് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച് മുറുക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ വളഞ്ഞിട്ട് പിടിക്കുന്നു. ചിലപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ ആയിരിക്കാം. പക്ഷെ ഇവരൊക്കെ എങ്ങനെ വിശ്വസിക്കും? അപ്പോ കൂടുതൽ ജാഗ്രത പാലിക്കണം സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടില്ലേ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം, നമ്പർ 1 രാജ്യം, ആ രാജ്യമായ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ വീട്ടിലാണ് തീവ്രവാദി കയറി കൂടിയിരിക്കുന്നത്, വെടിവെപ്പ് നടത്തിയിരിക്കുന്നത്, അവസാനം വെടികൊണ്ട് ചത്തിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ ഈ 1:30 മണിക്ക് ഈ സംഭവം നടക്കുമ്പോൾ, അതായത് വീക്കെൻഡാണ്, സൺഡേ ആണ്. നോർമലി ഈ സംഭവം എവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ട്രംപിന്റെ പേഴ്സണൽ വില്ലയായ ഫ്ലോറിഡയിലെ മാറേലാഗോ എന്ന് പറയുന്ന 17 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന 126 റൂമുകളുള്ള വലിയ ഒരു കൊട്ടാരം, 68,000 ചതുരശ്ര അടി എത്ര വലിപ്പമുള്ളതാണ്. അവിടെ അദ്ദേഹം വീക്കെൻഡിൽ പോയി റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. ആ വീക്കെൻഡ് സമയത്ത് ആ വീട്ടിൽ വളരെ പ്ലാൻ ചെയ്ത് ഈ തീവ്രവാദി കയറി കൂടി. പക്ഷേ
ഇന്നലെ അദ്ദേഹം ഒരു സ്പെഷ്യൽ ഇവന്റ്സ് വൈറ്റ് ഹൗസിൽ നടത്തുന്നുണ്ടായിരുന്നു. ഇത് ആർക്കും അറിയില്ല. അതായത് ആ ഈവനിങ് അതേ സമയത്ത് വൈറ്റ് ഹൗസിൽ ഏതോ ഒരു പുതിയ ഗവർണർക്കുള്ള ഒരു അത്താഴം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഫ്ലൈറ്റിൽ അതിന് പോയിട്ടുണ്ടായിരുന്നു, ഭാര്യയും കുടുംബവും ഒക്കെ. അപ്പോ സത്യത്തിൽ തീവ്രവാദിക്ക് ഇത് അറിയില്ല. തീവ്രവാദി ഇതിന്റെ ഉള്ളിൽ കയറി ഈ വെടി കൊള്ളുമ്പോഴും ഈ വെടി നടക്കുമ്പോഴൊന്നും ട്രംപും ഫാമിലിയും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ഇതിനൊന്നും കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വന്നിട്ടില്ല. ഒന്ന് മാത്രം പുറത്തു വന്നിട്ടുണ്ട്: ഈ ഫ്ലോറിഡയുടെ വീട്ടിൽ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. വെടിവെക്കാൻ വന്ന കൊലയാളി വെടികൊണ്ട് മരിച്ചിട്ടുണ്ട്. ഈ വെടി വെക്കാൻ വന്നത് ഒരു 20 വയസ്സായ യങ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗൺ ഉണ്ട്. ഒരു ക്യാനിൽ ഇതുണ്ട്, എന്താണ്, ഗ്യാസിലായി, അതായത് പെട്രോൾ. ഇതും കൊണ്ടാണ് അദ്ദേഹം അകത്ത് കടന്നുകൂടിയിരിക്കുന്നത്. അപ്പൊ വളരെയധികം ഗൗരവമായ ഒരു സംഭവമാണ്. നമ്മൾ ലോകരാജ്യങ്ങൾ മുഴുവൻ തന്നെ ഇത് ശ്രദ്ധിക്കണം, ഇത് ചർച്ച ചെയ്യണം. ഇത് UN-ൽ ഈ വിഷയമെടുത്ത് ചർച്ച ചെയ്ത് ഇവിടെ ഓരോ രാജ്യത്തും ഭരണകൂടത്തിനെതിരെ സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന, ചലിക്കുന്ന ആരുണ്ടെങ്കിലും അവരെ ഓരോരുത്തരും ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് പറക്കി ജയിലിലിട്ട് അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം എനിക്കറിയാവുന്ന കാര്യമാണ്, ഗൾഫ് രാജ്യങ്ങളിൽ ഏത് രാജ്യമായാലും അവിടെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിച്ചാൽ അവനെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിട്ടാൽ പിന്നെ അവനെ കാണാൻ കിട്ടില്ല. ഇനി ജയിലിൽ പോയാൽ പോലും കാണാൻ കിട്ടില്ല. അവിടെ അത്രയും കർശനമായ നിയമമാണ് അവർ നടപ്പാക്കുന്നത്. എന്നിട്ട് പോലും അവിടെ ഈ തീവ്രവാദം വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അവിടെ എന്താ ചെയ്യുന്നത്? ഈ രാജഭരണത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുന്നവൻ ആരായാലും അവനെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലിടുന്നു. വിത്തിൻ ഫ്യൂ ഡേയ്സ് അവനെ ഏതോ മെഷീനിലിട്ട് അരച്ച് കടലിൽ കൊണ്ടൊഴുക്കുന്നു. അതാണ് ഗൾഫ് രാജ്യങ്ങൾ സഡനായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ എല്ലാ രാജ്യങ്ങളും കർശനമായി ഈ തീവ്രവാദികൾക്കെതിരെ ഉടൻ തന്നെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്ത്, പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുത്താലേ ഈ തീവ്രവാദത്തിനുള്ള സ്മെല്ലിങ് അല്ലെങ്കിൽ അതിനുള്ള ടേസ്റ്റ്, അതിനുള്ള ഒരു തോന്നലിൽ നിന്നും ഇവന്മാർ പിന്മാറുകയുള്ളൂ. അല്ലെങ്കിൽ അവർ മതത്തിന്റെ പേര് പറഞ്ഞ് അത് സമൂഹത്തിന്റെ തലയിൽ അടിച്ചു കയറ്റാൻ വേണ്ടി, അവരുടെ മത ആചാരങ്ങൾ ഈ സമൂഹത്തിൽ കാണിക്കാൻ വേണ്ടി, വൃത്തികേടുകൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇവന്മാര് ഇതിന്റെ അപ്പുറവും പലതും ചെയ്യാൻ ശ്രമിക്കും. നമ്മളൊരു കാര്യം ഓർക്കണം, ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത്, എല്ലാ മതക്കാരും ഒരുപോലെ സാഹോദര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നതാണ്. എല്ലാവർക്കും അവരുടേതായ വിശ്വാസമുണ്ട്. ഒരു വിശ്വാസം വേറൊരു ആളിൽ അടിച്ചേൽപ്പിക്കാൻ ഇവിടെ നിയമമില്ല. അപ്പോ ഇവിടെ ഒരു വിഭാഗം ആൾക്കാർക്ക് പ്രത്യേക പ്രിവിലേജ്, അവരുടെ ആചാരങ്ങൾക്ക് പ്രത്യേക പരിഗണന, അവരുടെ ആചാരങ്ങൾ എവിടെ വേണമെങ്കിൽ പ്രചരിപ്പിക്കാം, അവരുടെ ആചാരങ്ങൾ കോളാമ്പി വെച്ച് വിളിച്ചു കൂവാം. ഇതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടും ഇത് മറ്റുള്ള മതവിഭാഗക്കാര് സഹിച്ച് ഒരക്ഷരം മിണ്ടാതെ ഇവിടെ ജീവിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും തോക്കും മുണ്ടുപൊക്കലും കൈവെട്ടലുമായി ഇവർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മതത്തിന്റെ പേര് വെച്ച് നടക്കുന്ന പാർട്ടികളെയും ആ പാർട്ടിയിൽ പ്രസംഗിച്ച് മതമാണ് മതമാണ് മതമാണ്, മതമല്ലാതെ ഞങ്ങൾക്ക് വേറൊന്നുമില്ല, ഞങ്ങളുടെ മതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ പണിയെടുക്കുന്നത് എന്നുവരെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഇവന്മാരെയൊക്കെ പിടിച്ച് ശരിയായ രീതിയിൽ ചോദ്യം ചെയ്താലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വളരെ ശക്തമായ ഒരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ.
യെസ്, എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് തീവ്രവാദികൾ പിടിമുറുക്കുന്നു എന്ന് വേണം കരുതാൻ. എത്രയൊക്കെ ഇന്ത്യ പ്രതിരോധ നിര ശക്തമാക്കിയാലും ഇന്ത്യക്കകത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ചില സംഭവങ്ങൾ പോലും സൂചിപ്പിക്കുന്നത്. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ നിന്നും കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഭീകരവാദ ബന്ധമുള്ളവരുടെ പേരുകൾ, വിവരങ്ങൾ പുറത്തു വരുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.